മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 86-ാമത്തെ ദശകത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: യുദ്ധാദൗ തീർത്ഥഗാമീ സഖലു ഹലധരോ നൈമിഷക്ഷേത്രമൃച്ഛന്നപ്രത്യുദ്ധായി സൂതക്ഷയകൃത അഥ സുതം തത്പദേ കൽപ്പയിത്വാ യജ്ഞഘ്നം ബല്വലം പർവണി പരിതളയൻ സ്നാതതീർത്ഥോരണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധനരണമശമം വീക്ഷ്യ യാതഃ പുരീം തേ. ആ യുദ്ധസമയത്ത് ബലഭദ്രൻ്റെ എന്തായിരുന്നു പ്രവൃത്തി എന്നുള്ളത് പറയുകയാണ്. ബലഭദ്രനെ കുറിച്ചാണ് ഇനി ഇവിടെ പറയണത്. അപ്പോൾ യുദ്ധാദൗ, യുദ്ധം തുടങ്ങിയ സമയത്ത്, അതായത് ആ യുദ്ധം വേണ്ടാന്ന് വയ്ക്കാനായിട്ട് ബലഭദ്രൻ നല്ലവണ്ണം ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് പറ്റിയില്ല. യുദ്ധാദൗ, ആ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തീർത്ഥഗാമി, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, ഈ യുദ്ധം നടക്കുക ചെയ്യും എന്നുള്ളത് കൊണ്ട് ബലഭദ്രനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പക്ഷത്തിലും ബന്ധുക്കൾ ആണ്. രണ്ട് സൈത്തിലും കൃഷ്ണൻ്റെ സുഭദ്രയെ വിവാഹം ചെയ്തിരിക്കുന്നത് അർജുനനാണ്, സഹോദരിയെ വിവാഹം ചെയ്തിരിക്കുന്നത് അർജുനനാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, അച്ഛൻ്റെ വസുദേവരുടെ പെങ്ങളുടെ മക്കളാണ് പാണ്ഡവന്മാർ. പിന്നെ എന്നാൽ ദുര്യോധനനാണെങ്കിൽ ബലഭദ്രൻ്റെ ശിഷ്യനാണ്. ഗദായുദ്ധം പഠിപ്പിച്ചിരിക്കുന്നത് മുഴുവനെ ബലരാമനാണ് ദുര്യോധനെ ഗദായുദ്ധം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരൊക്കെ കൂടിയിട്ടുള്ളതായിട്ടുള്ള രണ്ടുപേരും നല്ലപോലെ വേണ്ടപ്പെട്ട ആളുകളാണ്. അവർ തമ്മിലാണ് യുദ്ധം ചെയ്യണത്. അപ്പോൾ തടയാൻ നോക്കുകയൊക്കെ ചെയ്തു വെച്ചാലും പറ്റിയില്ല. അപ്പോൾ തീർത്ഥയാത്ര പോവുക, ഇവിടെ നിന്ന വിഷമാണ് എന്ന് തീർച്ചയാക്കി തീർത്ഥയാത്ര പോയി ബലഭദ്രർ എന്നാണ് പറയണത്. അങ്ങനെ തീർത്ഥഗാമി, തീർത്ഥയാത്ര ചെയ്യുന്നവനായിട്ട്, ഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാമി എന്ന് തന്നെ പ്രയോഗിക്കാറില്ല. തീർത്ഥഗാമി, തീർത്ഥത്തിൽ തീർത്ഥാടനം ചെയ്യുന്നതായിട്ടുള്ള ബലഭദ്രര് യുദ്ധാദൗ തീർത്ഥഗാമി സഖലു ഹലധര, ആ ഹലധരൻ ഹലത്തെ ധരിക്കുന്നവൻ ബലരാമൻ. ഹലം ചാൽ കലപ്പ വഹിക്കുന്നതായിട്ടുള്ള ആ ബലഭദ്രര് നൈമിഷക്ഷേത്രം ഋച്ഛൻ, നൈമിഷക്ഷേത്രത്തിലേക്ക് പോയി. നൈമിഷാരണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സത്രങ്ങളൊക്കെ ധാരാളം നടത്തുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ് നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ. ഭാഗവതമൊക്കെ വായിക്കുന്നതൊക്കെ ആ സത്രത്തിൻ്റെ ഇടയിൽ നിന്നാണ്. അനവധി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള യാഗത്തിനാണ്, ഒരു യജ്ഞത്തിനാണ് സത്രം എന്ന് പേര് പറയുക. അപ്പോൾ അവിടേക്ക് പോയി ബലഭദ്രര് ഈ തീർത്ഥയാത്ര ചെയ്യണതിൻ്റെ ഇടയിൽ ഇവിടേക്ക് പോയി, ഈ നൈമിഷാരണ്യത്തിലേക്ക് പോയി. അവിടെ മഹർഷിമാർ യജ്ഞം വലിയ കേമായിട്ട് ദീർഘമായിട്ടുള്ളൊരു സത്രം അനുഷ്ഠിച്ചും കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നു. തീർത്ഥഗാമി സഖലു ഹലധര നൈമിഷക്ഷേത്രം ഋച്ഛൻ, ക്ഷേത്രം ഋച്ഛൻ പദം വിളിക്കുമ്പോൾ ക്ഷേത്രം ഋച്ഛൻ, ഋച്ഛൻ ചാൽ ഗമിക്കുന്നവനായിട്ട്, പോയവനായിട്ട് എന്ന്, പോകുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ നൈമിഷക്ഷേത്രം ഋച്ഛൻ, നൈമിഷക്ഷേത്രത്തിലേക്ക് പോകുന്നവനായിട്ട്. അപ്രത്യുദ്ധായി സൂതക്ഷയകൃത്, അപ്രത്യുദ്ധായി സൂതക്ഷയകൃത്. ബലരാമൻ ക്ഷേത്രത്തിലേക്ക് ചെന്നപ്പോൾ, നൈമിഷക്ഷേത്രത്തിലേക്ക് ചെന്നപ്പോൾ മഹർഷിമാരൊക്കെ എഴുന്നേറ്റു. പക്ഷേ അവിടെ ഒരാളെ എണീറ്റില്ല. ആരാണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സൂതൻ ഈ സത്രത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യേണ്ട സമയത്ത് ഓരോ യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ട സമയത്തൊക്കെ ഉണ്ടല്ലോ, അവിടെ ഹോമിക്കേണ്ട സമയമൊക്കെ അതൊക്കെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുരാണ കഥകൾ അങ്ങനെയുള്ളതൊക്കെ വായിക്കൽ, പുരാണങ്ങൾ വായിക്കൽ, കഥകൾ പറയൽ, അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെയുള്ള സമയത്തൊക്കെ ആളുകൾക്ക് കേൾക്കാനായിട്ട് ചെയ്യുക. അപ്പം അങ്ങനെ പുരാണ കഥ പറയാനായിട്ട് സാധാരണയായിട്ട് സൂതൻ എന്നുള്ളതായിട്ടുള്ളൊരു ഇതാണ്. വൈശമ്പായന ഉവാച എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെ അതുമാതിരിയൊക്കെ സൂതന്മാരാണ് ഈ കഥ പറയലായിട്ട് പറയണത്. അപ്പം അങ്ങനെ അവിടെ ഈ ആ സൂതൻ എണീറ്റില്ല എന്നാണ്. അതായത് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഗുരുവായിട്ട് വരിക്കുക ചെയ്യുക. മഹർഷിമാരൊക്കെ ഇന്ന ആളോടെ ഗുരുവായിട്ട് സ്ഥാനത്തിരുത്തിയിട്ട് ആ ഗുരുവായിട്ട്
വരിച്ചിട്ട് സ്വീകരിക്കുക, അങ്ങനെയാണ്. അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ എല്ലാവരെക്കാട്ടിലും മീതെയാണ്. അപ്പോൾ അവർ എണീക്കേണ്ട കാര്യമില്ല. ആരെയും ബഹുമാനിച്ച് അതിൻ്റെ ഇടയിൽ പൂജിക്കണ സമയത്ത് എണീക്കേണ്ടല്ലോ. ഒരു പൂജ മാതിരിയാണ് ഈ പുരാണ വായന. അപ്പം അങ്ങനെ പുരാണ വായനയ്ക്ക് ഇതായിട്ടുള്ളതായിട്ടുള്ള ആ സ്ഥലത്ത് നൈമിഷാരണ്യത്തിൽ സത്രത്തിൻ്റെ അവിടെ ഇതിന് പുരാണ വായനയ്ക്ക് ക്ഷണിച്ചിട്ട് അവളെ ഗുരുസ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ രോമഹർഷണൻ എന്നുള്ളതായിട്ടുള്ള ഒരു രോമഹർഷണൻ എന്നാണ് പേര് അദ്ദേഹത്തിനെയാണ് അവിടെ ക്ഷണിച്ച് ഗുരുവായിട്ട് വരുത്തിക്കുന്നത്. പക്ഷേ ഈ സൂതൻ എന്ന് പറയുമ്പോൾ തന്നെ ബഹുമാനിക്കാതെ കണ്ട് ഇവിടെ ഇരിക്കുക, ഇത് ഗുരുവായിട്ട് ഇരുത്തിയിരിക്കുകയാണെന്നൊന്നും മനസ്സിലായിട്ടല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും എണീറ്റു. ബലരാമനെ കണ്ടപ്പോൾ എല്ലാവരും എണീറ്റു. പക്ഷേ ഈട് മാത്രം എണീറ്റില്ല. എന്താ വെച്ചാൽ എണീക്കാൻ പാടില്ല എന്നാണ്, അങ്ങനെയാണ് ഇവിടെ ആ നിയമം. അപ്പോൾ അത് അദ്ദേഹത്തിന് അറിയൂല. അറിയാഞ്ഞപ്പോൾ ദേഷ്യം വന്നപ്പോൾ ഇങ്ങനെ ഇത്രയും അഹങ്കാരം കാണിക്കുകയെ എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിനെ അങ്ങോട്ട് വധിച്ചു എന്നാണ് പറയണത്. ആ രോമഹർഷണനെ വധിച്ചു ബലരാമൻ എന്നാണ്, അതാണ് അവിടെ പറയണത്. അപ്രത്യുദ്ധായി സൂതയക്ഷയ കൃത് എന്നുള്ളതുകൊണ്ട് പ്രത്യുദ്ധാനം എന്ന് വെച്ചാൽ ഒരാൾ വരുമ്പോൾ എണീക്കൽ. ആ എണീക്കാത്തതായിട്ടുള്ള സൂതനെ ക്ഷയിപ്പിച്ചു, ക്ഷയം വരുത്തി അയാളെ വധിച്ചു. ബലഭദ്രൻ തൻ്റെ കലപ്പ കൊണ്ട് ആ സൂതനെ വധിച്ചു എന്നാണ്, രോമഹർഷണനെ വധിച്ചു. അപ്പോൾ മഹർഷിമാരൊക്കെ പറഞ്ഞു, അത് ശരിയായില്ല, ഞങ്ങൾ ഗുരുവായിട്ട് വരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഗുരുസ്ഥാനത്ത് ഇരിക്കുമ്പോൾ എണീക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അദ്ദേഹം എണീക്കാത്തത്, അത് വധിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബലഭദ്രന് അത് കേട്ടപ്പോൾ വല്ലാണ്ട് വിഷമായി. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണല്ലോ ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ ഗുരുസ്ഥാനത്തിന് ഒരാളില്ലാണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രോമഹർഷണൻ്റെ പുത്രനെ തന്നെ അവിടെ ദായി എന്നാണ്. സുതം തൽപതേ കൽപ്പയിത്വ, സുതം അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ഉഗ്രശവസ് എന്നുള്ളതായിട്ടുള്ള പുത്രനെ തൽപതേ ആ സ്ഥാനത്ത്, അതായത് ആ ഗുരുസ്ഥാനത്ത് കൽപ്പയിത്വ ഇരുത്തി അവിടെ വച്ച് സ്വീകരിച്ചു. മഹർഷിമാരൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി ഇതിന് പരിഹാരം ചെയ്യണം. അപ്പം ഇങ്ങനെ ഗുരുസ്ഥാനീയനായിട്ട് ഇരുത്തിയിരുന്നതായിട്ടുള്ള ഈ രോമഹർഷണനെ വധിച്ചു ഈ മഹർഷിമാരുടെയൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ അതിനൊരു പരിഹാരം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സത്രം കേടുവരുത്തണതായിട്ടുള്ള ഇടയിൽ വന്നിട്ട് അവിടെ ഓരോരോ ദ്രോഹങ്ങളെ പർവണി വെച്ചാൽ ഓരോ പർവ്വം തോറും, പർവ്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തവാവ്, ഓരോ വെളുത്തവാവിനും അവിടെ വന്നിട്ട് ദ്രോഹം ചെയ്യണതായിട്ടുള്ള ഒരു രാക്ഷസൻ്റെ ബില്വലൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അയാളെ ഒന്ന് കൊന്നു കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ കൊന്നു എന്നുള്ളതൊക്കെയുള്ള ഈ ശ്ലോകത്തിൽ പറഞ്ഞ യജ്ഞഘ്നം ബില്വലം പർവണി പരിതളയൻ, ബല്വലം പർവണി പരിതളയൻ. യജ്ഞഘ്നായിട്ടുള്ള ബല്വലൻ എന്നുള്ളതായിട്ടുള്ള യജ്ഞഘ്നൻ, യജ്ഞത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള ആ ബല്വലനെ പരിതളയൻ വധിച്ചുകൊണ്ട്, യജ്ഞഘ്നം ബല്വലം പർവണി യജ്ഞഘ്നം എന്നാണ്, പർവണി എന്നുള്ളത് അവിടേക്ക് എടുക്കണം. പർവ്വം തോറും വാവുതോറും ഈ യജ്ഞത്തിൻ്റെ മുടക്കം വരുത്തുന്നതായിട്ടുള്ള ഈ ബല്വലൻ എന്നുള്ളതായിട്ടുള്ള രാക്ഷസനെ വധിച്ചു, അസുരനെ വധിച്ചു. എന്നിട്ട് പർവണി പരിതളയൻ സ്നാതതീർത്ഥ, പിന്നെ ആദ്യ തീർത്ഥസ്ഥാനത്തിനായിട്ട് പോയി. അതാണ് രണ്ടാമതൊന്ന്. തീർത്ഥസ്ഥാനങ്ങളൊക്കെ ഭാരതവർഷത്തിലുള്ളതായിട്ടുള്ള തീർത്ഥസ്ഥാനങ്ങളൊക്കെ സഞ്ചരിക്കാനായിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെ തീർത്ഥസ്ഥാനത്തിന് പോയി ബലരാമൻ അവിടുന്ന് എന്നാണ്. ഈ നൈമിഷാരണ്യത്തിൽ നിന്ന് ഇത് രണ്ടും കഴിഞ്ഞിട്ട്, അതായത് ഈ രോമഹർഷനെ വധിച്ചു, അത് കഴിഞ്ഞ് പുത്രനെ അവിടെ ഗുരുസ്ഥാനത്തായിട്ട് പ്രതിഷ്ഠിച്ചു, ഈ ബില്വലനെ വധിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം തീർത്ഥാടനത്തിന് വീണ്ടും പോയി എന്നാണ്. ഭാരതത്തിലെ തീർത്ഥസ്ഥാനങ്ങളൊക്കെ പല തീർത്ഥസ്ഥാനങ്ങളിലും പോയി ഒടുക്കം യജ്ഞഘ്നം ബല്വലം പർവണി പരിതളയൻ, പർവണി യജ്ഞഘ്നം ബല്വലം പരിതളയൻ. പർവണി ഓരോ പർവ്വം തോറും പാവുതോറും യജ്ഞം മുടക്കുന്നതായിട്ടുള്ള ആ ബല്വലൻ എന്നുള്ളതായിട്ടുള്ള രാക്ഷസനെ വധിച്ചിട്ട് സ്നാതതീർത്ഥ, സ്നാനങ്ങൾ തീർത്ഥത്തിൽ സ്നാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട്
രണാന്തേ അങ്ങനെ പല തീർത്ഥസ്നാനങ്ങളും ചെയ്തുകൊണ്ട് ഒടുക്കം രണാന്തേ രണത്തിൻ്റെ അവസാനത്തിൽ ഈ ഭാരതയുദ്ധം അവസാനിക്കാറായ അവസാനത്തെ ദിവസമാണ് എത്തിയതെന്നാണ് പറയണത്. രണാന്തേ രണത്തിൻ്റെ അവസാനത്തിൽ, അതായത് അവസാനത്തെ ദിവസം ആയപ്പോൾ സംപ്രാപ്തത അവിടെ എത്തി, യുദ്ധഭൂമിയിൽ എത്തി. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഭീമദുര്യോധന രണം അശമം വീക്ഷ്യ, അശമമായിട്ടുള്ള ശമിക്കാത്തതായിട്ടുള്ള ആ ഭീമദുര്യോധന രണം, ഭീമനും ദുര്യോധനും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം ഗദായുദ്ധമാണ്. ഭീമസേനും ദുര്യോധനും കൂടിയിട്ട് ബാക്കിയവർ ഒക്കെ നശിച്ചു കഴിഞ്ഞുവല്ലോ. ഇനി ദുര്യോധനാണ് അവസാനത്തെ ആള്. അവസാനത്തെ ആളായിട്ടുള്ള ദുര്യോധനും ഭീമസേനും കൂടിയിട്ടുള്ളതായിട്ടുള്ള ഗദായുദ്ധമാണ്. രണ്ടുപേർക്കും ജയവും തോൽവിയും ഇല്ലാതെ കണ്ട് അങ്ങനെ യുദ്ധം ചെയ്യാണ്. അവിടെ ചെന്ന് അത് നിർത്താനായിട്ട് കുറേ ശ്രമിച്ചു. അതായത് ഒന്ന് ബന്ധുവാണ്, മറ്റത് ശിഷ്യനാണ്. അപ്പോൾ ആ രണ്ട് വേണ്ട നിർത്താനായിട്ട് നല്ലോണം ശ്രമിച്ചു ബലരാമൻ പിന്നെയും, പക്ഷേ നടന്നില്ല. അപ്പോൾ ഒടുക്കം സ്നാതതീർത്ഥ രണാന്തേ ഭീമദുര്യോധന രണം അശമം വീക്ഷ്യ, അത് അശമമായിട്ട് ശമിക്കാത്തതായിട്ട് കണ്ടിട്ട് വീക്ഷ്യ യാതപുരീം തേ, ഒടുക്കം ദ്വാരകയിലേക്ക് പുരീം തേ, അങ്ങയുടെ പുരിയിലേക്ക്, അതായത് ദ്വാരകയിലേക്ക് പോയി എന്നാണ്. ബലരാമനും യുദ്ധം നിർത്താനായിട്ട് ശ്രമിച്ചു, ഒരു പക്ഷത്തിലും ചേർന്നില്ല. ഒടുക്കം തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് അതാണ് ആ ബലരാമൻ്റെ കഥയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ബലരാമൻ എന്തൊക്കെയാണ് ആ സമയത്ത് ചെയ്തത് എന്നുള്ളതാണ്. പലതും ഉണ്ടായി ചെയ്യില്ലേ. യുദ്ധാദൗ തീർത്ഥഗാമി ആദ്യം തന്നെ ആ യുദ്ധം നിർത്താൻ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ, തന്നെ കൊണ്ട് അതിനെ തടയാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ തീർത്ഥാടനത്തിന് പോയി. തീർത്ഥാടനത്തിന് പോയവനായിട്ട് ഖലു ഹലധര, ആ ഹലധരൻ, ഹലം കയ്യിലുള്ളതായിട്ടുള്ള ആ ബലരാമൻ നൈമിഷക്ഷേത്രം ഋച്ഛൻ എന്ന് വെച്ചാൽ പോയവൻ എന്നുള്ള അർത്ഥമാണ്. നൈമിഷക്ഷേത്രം, നൈമിഷാരണ്യത്തിലേക്ക്, ദീർഘസത്രങ്ങൾ നടത്തുന്നതായിട്ടുള്ള ആ നൈമിഷാരണ്യത്തിലേക്ക് പോയിട്ട് നൈമിഷക്ഷേത്രം ഋച്ഛൻ അപ്രത്യുദ്ധായി സൂതക്ഷയെ കൃത്, അപ്രത്യുദ്ധായി എഴുന്നേൽക്കാത്തതായിട്ടുള്ള സൂതൻ രോമഹർഷണൻ. ആ രോമഹർഷണൻ എന്നുള്ളതായിട്ടുള്ള സൂതനെ ഞാൻ നേരത്തെ കഥ പറഞ്ഞു. അതായത് ഈ ഗുരുസ്ഥാനീയനായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചതാണ്. അത് എഴുന്നേൽക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. പക്ഷേ ബലരാമൻ അതറിയാതെ കണ്ട് അദ്ദേഹത്തിൻ്റെ ശിരസ് വെട്ടി തെറിപ്പിച്ചു, അദ്ദേഹത്തിനെ വധിച്ചു എന്നാണ്. അപ്പം അങ്ങനെ ആ ക്ഷയകൃത്, ആ അപ്രത്യുദ്ധായി എഴുന്നേൽക്കാത്തതായിട്ടുള്ള ആ സൂതൻ്റെ ക്ഷയത്തെ ചെയ്യുന്നവനായിട്ട്, ക്ഷയകൃത് ചെയ്യുന്നവനായിട്ട്, അപ്പം ആ സൂതനെ വധിച്ചവനായിട്ട് അപ്രത്യുദ്ധായി സൂതക്ഷയകൃത് അഥ സുതം, അനന്തരം ആ രോമഹർഷണൻ്റെ പുത്രനായിട്ടുള്ള ഉഗ്രശ്രവസിനെ ആ സ്ഥാനത്തിരുത്തി, ഗുരുസ്ഥാനത്തിരുത്തി. എന്നിട്ട് മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം ബല്വലൻ എന്നുള്ളതായിട്ടുള്ള ആ രാക്ഷസനെ വധിച്ചു. യജ്ഞഘ്നം ബല്വലം പർവണി പരിതളയൻ, യജ്ഞഘനായിട്ടുള്ളതായിട്ട് ആ ബല്വലനെ പർവണി യജ്ഞഘനം, ഓരോ പർവ്വം തോറും, ഓരോ വാവു തോറും യജ്ഞത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ബല്വലൻ എന്ന അസുരനെ പരിതളയൻ ദളനം ചെയ്തുകൊണ്ട്, കീറി മുറിച്ചുകൊണ്ട്, അതായത് അയാളെ കൊന്നിട്ട് സ്നാതതീർത്ഥ, പിന്നെയും തീർത്ഥസ്നാനങ്ങൾ ചെയ്യുന്നവനായിട്ട്, തീർത്ഥങ്ങൾ സ്നാനം ചെയ്യുന്നവനായിട്ട് രണാന്തേ, അങ്ങനെ നടന്ന ഒടുക്കം രണാന്തത്തിൽ അവസാനത്തെ ദിവസം യുദ്ധം അവസാനിക്കുന്നതായിട്ടുള്ള ആ അവസരത്തിൽ ഭീമദുര്യോധന രണം അശമം വീക്ഷ്യ, ഭീമനും ദുര്യോധനും തമ്മിലുള്ളതായിട്ടുള്ള ആ യുദ്ധം, ഗദായുദ്ധം അശമം വീക്ഷ്യ, ശമം ഇല്ലാത്തതായിട്ട് കണ്ടിട്ട്, താൻ പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കണില്ല എന്ന് തീർച്ചയാക്കി. രണ്ടാളും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അപ്പം അതുകൊണ്ട് ആ അശമമായിട്ട്, ശമിക്കാത്തതായിട്ട് കണ്ടിട്ട് യാത പുരീം തേ, അങ്ങയുടെ പുരിയിലേക്ക്, ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി ബലരാമൻ എന്നാണ്. യുദ്ധാദോ തീർത്ഥഗാമീ സഖലു ഹലധരോ നൈമിഷക്ഷേത്രമൃച്ഛൻ അപ്രത്യുദ്ധായി സൂതക്ഷയകൃത് അഥ സുതം തൽപദേ കൽപ്പയിത്വാ യജ്ഞഘ്നം ബല്വലം പർവണി പരിതളയൻ സ്നാതതീർത്ഥോരണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധനരണമശമം വീക്ഷ്യ
യാതഃ പുരീം തേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. രാമൻ പോയി തീർത്ഥയാത്രയ്ക്കഥ രണസമയേ നൈമിഷാരണ്യമെത്തി. സൂതൻ പീഠാലെണീറ്റിൽ അവനെ കഥ കഴിച്ചാക്കി പുത്രം കഥിക്കാൻ. വീണ്ടും തീർത്ഥാടനം ചെയ്തഥ മഖവിമുഖൻ ബല്വരന്യേകി മുക്തി. യുദ്ധാന്തേ ഭീമദുര്യോധനരണമതു നിർത്താൻ പൊറാഞ്ഞെത്തി ഗേഹം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.